ക്യാബേജിനായി മാറ്റിവെക്കപ്പെട്ട തന്റെ കണ്ണുകളിലൂടെ വീട്ടുകാർ മീൻചട്ടിയുമായി പോകുന്നു. മീൻ കണ്ടിക്കാൻ തന്നെ. ക്യാബേജിനെ അനാഥമാക്കി കറുപ്പായി മീന്തലയ്ക്കായി യാത്രയായി. നാദശൂന്യതയിൽ തനിച്ചായവർക്കിനി ആര്? ഞാനുണ്ടല്ലോ. അടക്കി വെച്ച തന്റെ മോഹത്തിന് മുന്നിൽ നിരന്ന ക്യാബേജിനായി ഉദരത്തെ ഊതി വീർപ്പിച്ച് ചലിച്ചതും കാൽപെരുമാറ്റം തന്നെ നിശ്ചലമാക്കുന്നു. വീട്ടുകാരോ ഓടി ഒളിച്ച് പെരിച്ചാഴിക്കുട്ടി. ഇല്ലായ്മയുടെ ഇരുട്ടിൽ ഇരുണ്ട മിഴികൾ ഇപ്പോഴും കാട്ടിത്തന്നത് അനീതി. അന്നം പല്ലകലത്തിൽ വീട്ടുകാരിലൂടെ അടപ്പോട്ടയിൽ അടുക്കള അണയുന്നു. അടുക്കള സ്വീകരിച്ച ക്യാബേജിനെ തലങ്ങും വിലങ്ങും വെട്ടിയരിഞ്ഞ് പച്ചിരുമ്പ്. ഇരുമ്പിന്റെ പ്രവൃത്തിയിൽ ദോഷം കൊണ്ട സവാള ചോദിക്കാൻ എത്തിയതും ഫലം ഇര. തനിക്ക് മേൽ ആധിപത്യം അടുക്കളയിൽ ഒരു മുളകിനുമില്ല. വെല്ലുവിളിച്ചിരുമ്പ്, എതിർത്ത് അമ്മിക്കല്ല്, ജീരകം ചതയ്ക്കാൻ ഞാൻ തന്നെ വേണം. ഒരറ്റം പറ്റിയെന്ന് കരുതി തളർന്നു പോയിട്ടില്ല. തേങ്ങയോട് ചോദിച്ചാ മതി താൻ ആരാണെന്ന്. തേങ്ങയുടെ നാവടക്കി മഞ്ഞപ്പൊടി വിതറി ഇളക്കിക്കൂട്ടി തീയിട്ട ചട്ടിയിൽ എണ്ണയൊഴിച്ച് വീട്ടുകാർ. എരിചട്ടിയിൽ പൊട്ടിക്കരഞ്ഞ കടുകിനൊപ്പം പതിവില്ലാതെ മറ്റൊരാൾ ഉഴുന്ന്. നെറ്റിച്ചുളിച്ച കടുകിന് നേരെ ഉഴുന്ന് മുഖം കറുപ്പിച്ചതും ക്യാബേജ് ഇട്ടിളക്കി രംഗം ചൂടുപിടിപ്പിച്ച് ചട്ടി അടച്ച് വീട്ടുകാർ. ഉള്ളിലെ കലഹ കോലാഹല കൊടുങ്കാറ്റിൽ വെന്തു നീറി വറ്റി വരണ്ട് ക്യാബേജ് തോരനാകുമ്പോൾ കറുപ്പായി അറിയും ക്യാബേജ് പെരിച്ചാഴി കൊണ്ടുപോയിരിക്കുന്നു. മുതലാളിയോട് താനിനി എന്തു പറയും? നാട് വിട്ടു പോയേക്കാം. വീട് വിട്ടിറങ്ങിയ കറുപ്പായിയെ പിന്തിരിപ്പിച്ച് അടുപ്പിൽ എന്തോ പാകമാകുന്നു. തന്റെ തീരുമാനത്തെ ഉപേക്ഷിച്ച് പാചകശാല ലക്ഷ്യമാക്കി കറുപ്പായി.